ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? ഒരു വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് തിരിച്ചു വരാമെന്ന് വിചാരിക്കുമായിരുന്നു. എത്ര നാളാണ് തുടങ്ങിയിട്ട്? ഒരു വർഷമെങ്കിലും ഉണ്ടാവും. കുറച്ച് എന്തായാലും മാസങ്ങളായിട്ടുണ്ട്. ഒന്നിങ്ങനെ ചാനലൊക്കെ തുടങ്ങി ഒന്ന് 2-3 കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് പിന്നെ ഈ വഴി വന്നിട്ടില്ല. ചുമ്മാ ഒരു വീഡിയോ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഡ്രൈവ് പോവാണ് മട്ടാവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഈ വരാത്തതിന്റെ കാരണം പറ. വീഡിയോ ഒന്നും വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർക്ക്, അങ്ങനെ കുറെ കാര്യങ്ങള്, പിന്നെ ജീവിതത്തിന്റെ കുറെ തിരക്ക്, പറഞ്ഞ മടി, അതൊക്കെ തന്നെ. എന്ത് കാര്യം ചെയ്യണമെങ്കിലും മടിയാണ്. പിന്നെ റീസെന്റ് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ അതിന്റെ കുറച്ച് ലൈസൻസിങ്ങും പരിപാടികളും. പിന്നെന്താ, ഞാൻ വണ്ടി മാറ്റി. എന്റെ ഒരു 2017 WRX ആയിരുന്നു നമ്മള് മാറ്റി. പുതിയ 2024 എടുത്തു. 24 ആയിരുന്നു ഉണ്ടായിരുന്നത്. 2025 മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില മാറ്റങ്ങള്. പിന്നെന്താ, പിന്നെ ഞാൻ തടി കുറഞ്ഞു, പിന്നെ തടി വെച്ചു, അങ്ങനെ അപ്പൊ നമ്മള് പിന്നെ നമ്മുടെ ഒരു വാച്ച് കാണാണ്ടായി അല്ലേ? ഒരു റിവ്യൂ ചെയ്യണമെന്ന് വെച്ചോണ്ടിരുന്ന ഒരു G-Shockന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാച്ചായിരുന്നു. അത് കാണാണ്ടായി. വാച്ചും അതെന്റെ കയ്യിൽ പോയത്. അത് നല്ല വാച്ചായിരുന്നു. നമ്മള് റിവ്യൂ ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ വരുന്ന, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഡിലേ വന്നു. ഒരു വീഡിയോയിനുള്ള കണ്ടന്റ് പോയി. അതെ, പക്ഷെ നമ്മള് കണ്ടന്റ് ഒക്കെ നമ്മുടെ ബാക്കപ്പിലുണ്ട്, വഴിയേ വരും. നമ്മൾ അന്നും കുറെ പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് കുറെ കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ചില്ല. നമ്മള് തള്ളി നീക്കി. ആദ്യം പെർഫ്യൂം മാത്രം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ചു വാച്ചും ചെയ്യണം. വാച്ചും ചെയ്യാം. പിന്നെ നമ്മൾ ഇതുപോലെ വണ്ടിയുടെ കാര്യമൊക്കെ വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതായിരുന്നു. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മള് പ്ലാനിങ്ങിന്റെ ഇടയിൽ സംഭവിച്ച കുറെ ഐഡിയാസ് ഇനി നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് വാച്ചും സ്പ്രേയിലും മാത്രം ഒതുങ്ങാണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാടല്ല, അത്യാവശ്യം. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് അതും ഒരു വീഡിയോ ആക്കി ആൾക്കാർക്ക് ഷെയർ ചെയ്യാന്ന് തോന്നി. പിന്നെ എന്താടാ മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലെ. പക്ഷെ അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ ചാനലിൽ തന്നെ ചെയ്യണോ അതോ വേറൊരു ചാനൽ തുടങ്ങണം. കാരണം ഒരു ചാനൽ തുടങ്ങിയിട്ട് തന്നെ അതന്നെ കൊണ്ടുപോകാൻ പറ്റും. അതെ, അതുകൊണ്ടാണ് പിന്നെ വേറൊരു ചാനൽ തുടങ്ങി അങ്ങനെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും നമ്മൾ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടും അല്ലേ? അപ്പൊ പുതിയ വണ്ടീനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? പുതിയ വണ്ടി പഴയതിനെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. അത് ഡെയിലി യൂസിന് പുതിയ വണ്ടി കുഴപ്പമില്ല. കാരണം മറ്റേ വണ്ടി കുറച്ചുകൂടെ സീറ്റ് കുറച്ചുകൂടെ സ്റ്റിഫായിരുന്നു. പിന്നെന്താ, ഇത് കുറച്ചുകൂടെ ഓക്കെ ആണല്ലേ. ഇപ്പോൾ ഞാൻ ഇതുവരെ ഇത് ഓടിച്ചിട്ടില്ല. കാരണം എനിക്ക് മാനുവൽ ഓടിച്ച അത്ര പരിചയമില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഞാൻ കൊടുക്കത്തില്ല. അത് വേറെ കാര്യം. തരില്ല, ഓടിക്കില്ല എന്നല്ല, തരില്ല. ഞാൻ ഇവനെ ഓടിക്കും വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ വണ്ടി എനിക്കാണെങ്കിലും എനിക്ക് ഇതിന്റെ മോഡൽ ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് പഴയ വണ്ടി, ഇത് 2022 അവർ അപ്ഗ്രേഡ് ചെയ്തതാണ്. അവര് ഫുള്ള് ഡിസൈനും ചാസി എല്ലാം മാറ്റി പുതിയ വണ്ടി ഇറക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ ഇറങ്ങിയപ്പോൾ എനിക്ക് അപ്പോഴും പഴയ ആ ഒരു WRXന്റെ ആ ഒരു JDM സ്റ്റൈൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളീ പോകുന്ന സ്ഥലം മട്ടാവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺ അല്ലടാ. നീ ഇവിടെ പോയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് മറ്റേ പഴയ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത്. പക്ഷെ നമ്മള് രാത്രി കണ്ടു പോയെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ലേറ്റ് ആയിട്ട് പോയ. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ 6 മണിയായിട്ട് നല്ല വെളിച്ചമുണ്ട്. അതായത് ഇത് ഒരു പാർക്കാണ്. അത് പ്രൊവിൻഷ്യൽ പാർക്കൊക്കെ പോലെ ആൾക്കാർ ക്യാമ്പൊക്കെ ചെയ്യുന്നൊരു സ്ഥലം അത്. അപ്പൊ നമ്മളിപ്പോ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ നിർത്തിയാണ്. ശരിക്കും വേറൊരു വഴിയാട്ടോ വരുന്നത്. നമ്മൾ ശരിക്കും അങ്ങനെ കറങ്ങിയ വരുന്നത്. ശരിക്കും ടൗണ് കൂടിയാണ് വരുന്നത്. ഇത് വേറെ വഴിയാണോ? ഇതിപ്പോ നമ്മള് സ്ട്രീറ്റ് കൂടിയല്ലേ വരുന്നത്. അവിടെ എന്തോ പോലീസ് ബ്ലോക്ക് ചെയ്തു. അപ്പൊ നമ്മളൊരു നൈസ് സ്പോട്ട് കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ ടൗൺ എന്നിട്ട് നമ്മളിങ്ങനെ ആ പാലമൊക്കെ കൂടി ഇങ്ങനെ പോകും. ഞാൻ പണ്ട് ഇവിടെ ഫിഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്, വേറെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഫിഷിങ് സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫിഷ് ചെയ്യാൻ തുടങ്ങണം. ഈ പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ബെഞ്ചൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ പട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ ഫുള്ള് ഇവിടെ വാട്ടർ ബോഡീസ് തന്നെ. ഇതിന് ചുറ്റും ഈ ടൗൺ ഇങ്ങനെ മട്ടാവ റിവറിൻ്റെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ജാക്കറ്റ് ഒന്നുമില്ല, ഇന്ന് വെയിൽ കണ്ടിട്ട് ഇറങ്ങിയതാ. പക്ഷെ കാറ്റുള്ള കാരണം തണുപ്പുണ്ട്. ജാക്കറ്റ് ഒന്നും എടുത്തില്ല. വെയിൽ കണ്ട് ഇറങ്ങരുത് ഒരിക്കലും കാനഡയിൽ. അത് കുറെ പഠിച്ചിട്ടുള്ള പാടാ. ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. എപ്പോഴും വെതർ ആപ്പ് നോക്കിയിട്ട് ഇറങ്ങണം. എന്നാൽ പിന്നെ നമുക്ക് പോവാല്ലേ?
അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഒക്കെ അല്ല റെയിൽവേ പാലമൊക്കെ ഉണ്ട്, ക്രോസിംഗ് ഒക്കെ. പക്ഷെ ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ, ഒട്ടും ബിസി അല്ല. ചെറിയൊരു ടൗൺ. നമ്മളിത് നമ്മുടെ നോർത്ത് വേന്ന് ഒട്ടാവയ്ക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഫസ്റ്റത്തെ ഒരു ടൗണാണ് അത്. ഈ നോർത്ത് വേന്ന് ഒരു മണിക്കൂറില്ല, ഒരു 50 മിനിറ്റ്. മട്ടാവ മ്യൂസിയം ഇതിപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഇന്ന്, ഈ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ മട്ടാവ വാട്ടർ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കന്ന് വാട്ടർ ഫ്രണ്ട് ഇങ്ങോട്ട് നടന്നിട്ട് വന്നാലോ. ഇതൊരു ബോട്ട് ലോഞ്ചാണ്. ഇവിടെ ഒരു ഡെക്ക് ഉണ്ട്, പക്ഷേ കാറ്റുള്ളതുകൊണ്ട് നല്ല ആട്ടമുണ്ട്. ഇവിടെ ഒരു വീട് അവർ ലോണൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ചെറിയൊരു ലൈറ്റ് ഹൗസും. ഈ മഞ്ഞെല്ലാം ഉരുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കയറി കിടപ്പുണ്ട്. 2 ദിവസം മുമ്പ് ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല. അതെ, നല്ല വെയിലായിരുന്നു. ഇന്നലെ മഴയായിരുന്നു. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ നമ്മളിവിടെ ഉണ്ടായില്ല, നമ്മൾ ബ്ലൂ മൗണ്ടൻസ് പോയി കയറുന്നു. ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ മഴയായിരുന്നു 2 ദിവസമായിട്ട്. അത് കഴിഞ്ഞ് ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തണുപ്പായി. അപ്പോൾ എന്തായാലും തിരിച്ചു പോയാലേ. തിരിച്ചു ആദ്യം നേരം നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ശബ്ദമാണെങ്കിലും മാറി തുടങ്ങി തണുത്തിട്ട്. എന്നാൽ തിരിച്ചു പോകാം. ഇതിലേ അറിഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ മീൻ മേടിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൽ വന്ന് ആ കാണുന്ന അതിൽ കൂടെ ഞങ്ങൾ ഇറങ്ങും താഴോട്ട്. അതുപോലെ ട്രെയിൻ വല്ലതും വരൂ. ഏയ് നല്ലൊരു സ്പോട്ടാണിത്. അപ്പം ഒന്ന് ടിമ്മിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. അല്ലേ, ചായ കുടിക്കാം. ഇതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാട്ടോ. എല്ലാവരും യാത്രയൊക്കെ ചെയ്യുക. ഈ പാർക്കിലോട്ടാണെങ്കിൽ ഫുള്ളാണ്. ആ ഒരു ജീപ്പ് കൊള്ളാം അല്ലേ. താങ്ക് യു. Get 2 orange pico. What size? Medium. One cream and 1 sweetener. Is that everything? Yeah, it's everything. There's 2, right? Yeah. നമ്മൾ 2 ഓറഞ്ച് പീക്കോ പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടി. നല്ല ചൂടാട്ടോ. നല്ല ചൂടാ. എൻ്റെ ചുണ്ടൊന്ന് പൊള്ളി. ഇവിടെ ചായ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. തിളച്ച വെള്ളമൊക്കെയാണ് തരുന്നത്. അപ്പോൾ ആൾക്കാരോട് നമുക്കൊരു ചില്ല് ചെയ്യുന്നത് കാണാം. വേറെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും പുറത്തായിരിക്കും. നല്ല ഒരു 8 മണി 8:30 വരെയും സൺലൈറ്റും ഉണ്ടാവും നല്ലോണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്മോൾ ട്രിപ്പ്, നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവ് വരാമെന്ന് വിചാരിച്ചൊരു 1 hour ഫ്രം നോർത്ത് വേ വന്ന് ചുമ്മാ ഒരു ചായ കുടിച്ചെങ്കിൽ പോയിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്നാൽ തിരിച്ചു പോയാലോ. ഇപ്പോൾ വേറെ ഒന്നും അങ്ങനെ കൂടുതൽ പറയുന്നില്ല, വീഡിയോ വെറുതെ വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസായിട്ട് വരും അല്ലേ. അതെ, ഇനിയിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാൻ ശ്രമിക്കും. അല്ല, നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ്. ബൈ.